ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു വൻപയർ തോരൻ വെച്ചാലോ. അപ്പോൾ തലേ ദിവസം രാത്രി പയർ വെള്ളത്തിലിട്ട് വയ്ക്കണം. രാവിലെ അതെടുത്ത് കുക്കറിലിട്ട് വെളുത്തുള്ളി, കറിവേപ്പില, എന്നിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കണം. തോരൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില. അത് മാറ്റി വയ്ക്കുക, ചതച്ച് മാറ്റി വയ്ക്കണം. ഇപ്പോൾ നമ്മുടെ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേഗം ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം വെളുത്തുള്ളി, അതിന് ശേഷം ചുവന്നുള്ളി, കറിവേപ്പില അതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ തോരൻ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം, അത്ര സമയമൊന്നും ആവശ്യമില്ല. പിന്നെയാണെങ്കിൽ നമുക്ക് ചോറുണ്ണുമ്പോൾ ഈ തോരനും കുറച്ച് ഉണക്കമീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാം. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ആ പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഞാനങ്ങനെ പ്രൊഫഷണലായിട്ടൊരു കുക്കൊന്നുമല്ല. ഞാൻ സാധാരണ ഡെയിലി ലൈഫിൽ എന്തുണ്ടാക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഇടുന്ന അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചുവന്നുള്ളി, കറിവേപ്പില, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ പയർ ആ വെള്ളം വറ്റുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനോട് കൂടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ വേവിച്ച സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യമായ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റുന്നവരെ ഇളക്കണം. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ പയർ തോരൻ്റെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ എല്ലാ തോരനിലും തേങ്ങ ഇട്ട് കൊടുക്കും. അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. തേങ്ങ വേണം നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഈ തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പയർ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്